ഞാൻ സുബ്രഹ്മണ്യമായിട്ട് അറബിക് ആൻഡ് സയൻസ് ക്ലബിലെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. പീഡന നിർണയ യന്ത്രം കഥ തുടരുന്നു. തിങ്കളാഴ്ച രാവിലെ നേരത്തെ എണീറ്റ് രാഹുൽ തൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം തീർത്ത ശേഷം ഓഫീസിലേക്ക് പോകുന്നതിനുള്ള തിരക്കിലാണ്. വൈഷ്ണവിയും സ്കൂളിലേക്ക് പോകുന്നതിനുള്ള തിരക്കിലാണ്. സുശീല അടുക്കളയിൽ ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഏകദേശം 9 മണിയോടുകൂടി രാഹുലും വൈഷ്ണവിയും വണ്ടിയിൽ കയറി വൈഷ്ണവിയെ സ്കൂളിൽ ആക്കിയ ശേഷം രാഹുൽ ഓഫീസിലേക്ക് എത്തുന്നു. കാലത്ത് തിരക്ക് ആയതിനാൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം ഉച്ചയോടുകൂടി രാഹുൽ തിരക്കിൽ നിന്നും സ്വതന്ത്രനാകുന്നു. അതിനുശേഷം അല്പം കാര്യങ്ങൾ ഓഫീസിൽ ചെയ്ത ശേഷം ഏകദേശം ഒരു 5 മണിയോടുകൂടി അടുത്തുള്ളതായിട്ടുള്ള പാർക്കിലേക്ക് ചെല്ലുന്നു. അതിനിടയിൽ ഹോട്ടലിൽ നിന്നും ചായയും വടയും കഴിച്ച ശേഷമാണ് പാർക്കിലേക്ക് എത്തിയത്. അങ്ങനെ പാർക്കിൽ തിരക്ക് വന്നു തുടങ്ങിയിരുന്നു. അവിടെയുള്ളതായിട്ടുള്ള കുട്ടികളുടെ വികൃതിത്തരങ്ങളും അതേപോലെ തന്നെ അവരെ കൊണ്ടുവന്നിട്ടുള്ള രക്ഷിതാക്കളുടെ പരിപാടികളും ശ്രദ്ധിച്ചിരുന്ന് അങ്ങനെ രാഹുൽ തൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് പോയി. രാജസേനൻ ഇതിനിടയിൽ തൻ്റെ യന്ത്രത്തിൻ്റെ പേറ്റൻറ്റ് കോടതിയിൽ നിന്നും നേടുന്നു. അതിനുശേഷം ഈ യന്ത്രത്തെ വിപുലീകരിക്കുന്നതിനായി പല ഇലക്ട്രോണിക് കമ്പനികളും രാഹുലുമായി ചർച്ചയിൽ ഏർപ്പെടുകയും അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കമ്പനിക്ക് രാഹുൽ തൻ്റെ ഉൽപ്പന്നം വിപുലീകരിക്കുന്നതിനും വിപണിയിൽ ഇറക്കുന്നതിനുമുള്ളതായിട്ടുള്ള സംവിധാനം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ മൊബൈൽ പോലെ തന്നെ ജനങ്ങൾക്ക് ഈ യന്ത്രം ഉപയോഗിച്ച് വിവിധ പരിപാടികൾ സത്യമാണോ അതോ നുണയാണോ എന്ന് അറിയുന്നതിനുള്ള സംവിധാനവും ഒരുങ്ങുന്നു. വിപുലമായ രീതിയിൽ ഈ യന്ത്രം വിറ്റഴിക്കപ്പെടുന്നു. പല പോലീസ് സ്റ്റേഷനുകളിലും ഈ യന്ത്രം സജ്ജമാകുന്നു. അങ്ങനെ ഈ യന്ത്രത്തിൻ്റെ ആധുനിക രീതി ഒരു
സ്കാനർ ഉപയോഗിച്ച് ഉടമസ്ഥനെയും അതേപോലെ തന്നെ അവരുടെ ഭർത്താവിനെയോ ഭാര്യയെയോ സ്കാൻ ചെയ്ത് അവരുടെ ശരീരത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഘടന ആ സിമ്പിൾ എഴുതി ആ യന്ത്രത്തിലേക്ക് ഇടുന്നു. ഏത് വ്യക്തിയുടെ നേരെയാണോ പരാതി ഉണ്ടാവുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിലൂടെ മറ്റൊരു സ്കാനർ ഉപയോഗിച്ച് ഈ ശരീരഭാഗങ്ങളിൽ കൂടി കടത്തി മറ്റൊരു സിമ്മിൽ ആ യന്ത്രത്തിലേക്ക് ഇടുകയും ചെയ്യുന്നു. അതിനുശേഷം യന്ത്രം പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് എത്രയാണ് പീഡനത്തിന് വിധേയമാകിയത് എന്നും ഏതെല്ലാം ഭാഗങ്ങളിലാണ് വിധേയമായത് എന്നുള്ളതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ആ സ്ക്രീനിൽ കാണാവുന്നതാണ്. അങ്ങനെ ഈ ഒരു ഉപകരണം വളരെയധികം വിപുലമായി ഉപയോഗിക്കുന്നതിനുള്ള ഒരു സംവിധാനവും ഉണ്ടാവുന്നു. ഈ ഒരു ഉപകരണത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി തന്നെ മറ്റ് പല കമ്പനികളും ഇതേപോലെയുള്ളതായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാവുകയും ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും വഴി ഈ ഉപകരണം മാർക്കറ്റിൽ സുലഭമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഉപകരണം ഉപയോഗിച്ച് യഥാർത്ഥമായിട്ടുള്ള പീഡനം നടന്നിട്ടുണ്ടോ അതോ ഊഹാപോഹമാണോ എന്ന് അറിയുന്നതിന് ഈ സംവിധാനം പോലീസുകാർക്ക് വളരെയധികം സഹായം ആയി തീരുന്നു. ഇത് വ്യാപിച്ചതോടുകൂടി തന്നെ പല കഥകളും സത്യമാണെന്നും പലതും അസത്യമാണെന്നും തെളിയുകയും വളരെ എളുപ്പത്തിൽ തന്നെ കോടതിക്ക് എത്താതെ തന്നെ യഥാർത്ഥ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അതിലെ വിധി നിർണയിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം പോലീസ് സ്റ്റേഷനുകൾക്ക് നൽകിയിട്ടുള്ളതിനാൽ പോലീസ് സ്റ്റേഷനുകളിൽ ഇതിനെ എളുപ്പത്തിൽ തെളിയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നു. ഇത് വന്നതോടുകൂടി തന്നെ പല ആരോപണങ്ങളും സത്യമാണെന്നും പല ആരോപണങ്ങളും കളവാണെന്നും മനസ്സിലാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ പീഡന നിർണയ യന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതി ജനിക്കുന്നു. തുടരും.